നമസ്കാരം എല്ലാവർക്കും. ഗുഡ് ഈവനിങ്. ഇന്ന് രാവിലെ റീഡിംഗ് ഇട്ടിട്ടില്ല. സോ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ ഇത് റിലേഷൻഷിപ്പിൻ്റെ ആണ്. രാവിലേക്കുള്ള ഗൈഡൻസ് നാളെ ഇടാം. ഓക്കെ, ഇന്നിപ്പോൾ നോക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ, നിങ്ങളുടെ പേഴ്സൺ, നിങ്ങളുടെ തേർഡ് പാർട്ടി ഉണ്ടെങ്കിൽ ഉള്ള റീഡിംഗ് ആണിത്. ഓക്കെ, തേർഡ് പാർട്ടി ഉണ്ട് എന്നറിയുന്നവർക്ക് മാത്രമുള്ള റീഡിംഗ്. ഓക്കെ, തേർഡ് പാർട്ടി ആരും ആവാം, ഫാമിലി ആവാം, ഫ്രണ്ട്സ് ആരെങ്കിലും ആവാം, അല്ലെങ്കിൽ ഇടയിൽ നിങ്ങളുടെ ഇടയിൽ ഏതെങ്കിലും പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യുന്ന ആരെങ്കിലും ആയിരിക്കാം, അല്ലെങ്കിൽ അവർ ഹസ്ബൻഡ് ഓർ വൈഫ് ആവാം, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് വേറെ എക്സ്ട്രാ റിലേഷൻഷിപ്പ് വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളായിരിക്കാം. ആരും ആവാം തേർഡ് പാർട്ടി എന്ന് പറയുന്നത്. ഓക്കെ, ബട്ട് ഒരു ലൈക്ക് പേഴ്സൺ അല്ലെങ്കിൽ ഫാമിലി മെമ്പർ എന്ന രീതിക്കാണ് എടുക്കുന്നത്. നമ്മൾ ഫ്രണ്ട്സ് അങ്ങനെയാണ് എടുക്കുന്നത്. ഒരു വ്യക്തി, തേർഡ് പാർട്ടി വ്യക്തിയായിട്ട് ആണ് കണക്കാക്കുന്നത്. ഓക്കെ, ജോലി അങ്ങനത്തെ കാര്യങ്ങളല്ല. ആരെങ്കിലും നിങ്ങളുടെ ഇടയിൽ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ മേ ബി ചിലപ്പോൾ റിലേഷൻഷിപ്പ് തന്നെ ആയിരിക്കാം. സോ അവർ തമ്മിൽ ഇപ്പം എന്താണ് എന്നുള്ളത് നോക്കാം. ഓക്കെ, തേർഡ് പാർട്ടിയുമായിട്ട് ഇപ്പം നിങ്ങളുടെ പേഴ്സൻ്റെ എന്താണ് നടക്കുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും അവർ വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ടോ അല്ലെങ്കിൽ എന്താണ് എന്ന് നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹം ഉണ്ടാവാം. ലെറ്റ്സ് സീ, നമുക്ക് നോക്കാം. തേർഡ് പാർട്ടി ഉണ്ട് എന്നറിയുന്നവർ മാത്രം കാണാം. ഓക്കെ, ഇല്ലാതെ സംശയം വെച്ച് നോക്കണ്ട. അത് പിന്നെ കുറച്ചുകൂടി ഡീറ്റെയിൽ റീഡിങ് വേറെ നോക്കുക നിങ്ങൾ. ഇതിപ്പോൾ തേർഡ് പാർട്ടി ഉണ്ട് എന്ന കൺഫർമേഷൻ ഉള്ള ആൾക്കാർക്ക്. ഓക്കെ, ലെറ്റ്സ് സീ. കുറച്ച് ട്രിഗറിങ് ആയിട്ട് വരാം. ഓക്കെ, നമുക്ക് നോക്കാം എന്തായാലും. ലെറ്റ്സ് സീ. അവരെങ്ങാനും നല്ല രീതിക്ക് ഇരിക്കുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ അതിനെ നെഗറ്റീവായിട്ട് എടുക്കരുത്. അവിടെ നിങ്ങൾക്കൊരു ലെസൺ ഉണ്ട് എന്ന രീതിക്ക് മനസ്സിലാക്കി എടുക്കുക. ഓക്കെ, ഇത് വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾ റീഡിങ് കാണാൻ ശ്രമിക്കുക. മനസ്സ് തുറന്നു വെച്ച് നിങ്ങൾക്കൊരു ഗൈഡൻസ് യൂണിവേഴ്സ് തരുന്നു എന്ന രീതിക്ക് എടുക്കാം. ഓക്കെ, പക്ഷെ ഇത് എക്സാക്ട് 100% കറക്റ്റ് ആവും എന്നുമല്ല. കാരണം ഒരുപാട് പേര് കാണുന്നതാണ്. ചിലവർക്ക്, കുറച്ച് പേർക്ക് ഇത് റെസണേറ്റ് ആവാം, കുറച്ച് പേർക്ക് ഇത് ചിലപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരാം. ഓക്കെ, അപ്പം നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക, ഇത് കേൾക്കുക, എന്നിട്ട് വേറെ നിങ്ങളുടെ ഭാഗത്തുനിന്ന് നിങ്ങൾ അറിയാൻ കൂടി ശ്രമിക്കാം എന്താണ് കാര്യങ്ങൾ നടക്കുന്നത് എന്നുള്ളത് നിങ്ങൾ അറിയാനും ശ്രമിക്കാം. ഓക്കെ, ബട്ട് ഇത് നിങ്ങൾക്കൊരു ഗൈഡൻസ് കിട്ടാൻ പോലെ യൂണിവേഴ്സിനോട് പ്രാർത്ഥിച്ച് കാണൂ. ഓക്കെ, എന്തെങ്കിലും നിങ്ങൾക്കൊരു ഇൻഫർമേഷനോ എന്തെങ്കിലും എവിടെയെങ്കിലും നിങ്ങൾക്കൊരു ഗൈഡൻസ് ആയിട്ടോ കിട്ടുന്ന പോലെ. ഓക്കെ, തേർഡ് പാർട്ടിയുമായിട്ട് നിങ്ങളുടെ പേഴ്സൺ ചാലഞ്ചസ്, ഗോൾഡ് ഡിഗർ, someone else, തേർഡ് പാർട്ടി ഉണ്ട് എന്തായാലും. കോഷൻ ഉണ്ട്. ഓക്കെ, കുറച്ച് കാർഡ്സ് ഇവിടെ എടുക്കാം. ഓക്കെ, ഓക്കെ, ഓപ്പൺ അപ്പ് യുവർ ഹാർട്ട്. ഇത് നിങ്ങൾ തമ്മിലല്ല കേട്ടോ. ഓക്കെ, നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയും തമ്മിലുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, തെറ്റി മനസ്സിലാക്കരുത്. ഓക്കെ, ഇവിടെ മെയിനായിട്ട് എനിക്ക് കാണുന്നത് ആദ്യം തന്നെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്ന ഒരു കാര്യമുണ്ട് ഇവിടെ. ഗാർഡിയൻ. ഓക്കെ, ലോസ്റ്റ് ലൗഡ് വൺ വാച്ചസ് ഓവർ യു ഫസ്റ്റ് ഓഫ് ഓൾ. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങളുടെ ഇന്നത്തെ മെസ്സേജ് വരുന്നത്. ഓക്കെ, നിങ്ങളുടെ പൂർവികർ അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ ഗ്രാൻഡ് പാരൻസോ ആരെങ്കിലും, നിങ്ങളെ ലൈക്ക് മരിച്ചുപോയവരാരെങ്കിലും, ഓക്കെ, നിങ്ങളെ ഒരുപാട് കെയർ ചെയ്യുന്ന ഒരു വ്യക്തി, അവർ നിങ്ങൾക്ക് എത്തിക്കുന്ന മെസ്സേജായിട്ട് നിങ്ങൾ എടുക്കൂ. ഓക്കെ, ഇത് അവർ നിങ്ങളോട് ഇന്ന് പറയുന്ന കാര്യമാണ്. ചില കാര്യങ്ങൾ അവർ നിങ്ങൾക്ക് കാണിച്ചു തരുവാണ്. ഓക്കെ, അവർ നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, അവർ നിങ്ങളുടെ സന്തോഷം ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് അവർ നിങ്ങളെപ്പോഴും വാച്ച് ചെയ്യുന്നുണ്ട്. നിങ്ങളെ ലൈക്ക് മരിച്ചുപോയ ആരോ ആണ് നിങ്ങളുടെ ലൈഫിൽ മരണപ്പെട്ടു പോയ, ലൈക്ക് നിങ്ങളുടെ ഗ്രാൻഡ് പാരൻസ് ഒക്കെ ആവാം. ഓക്കെ, അപ്പോൾ അവർക്ക് നിങ്ങളോട് ഒരുപാട് സ്നേഹമുള്ളത് കൊണ്ട് അവർ നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങളെ അപ്പോൾ കുറച്ച് കാര്യങ്ങൾ ഇവിടെ കാണിച്ചു തരുന്നത് നിങ്ങളോട് മനസ്സിലാക്കാൻ വേണ്ടി കാണിക്കുകയാണ് എന്ന് മനസ്സിലാക്കുക. നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് അവർ. ഓക്കെ, നിങ്ങളുടെ കൂടെ ഉണ്ട്. ഓക്കെ, ഒരിക്കലും നിങ്ങൾ തനിച്ചാണെന്ന് വിചാരിക്കരുത്. യൂണിവേഴ്സ് ആയാലും നിങ്ങളുടെ ഈവൻ ലൈക്ക് നമുക്ക് എല്ലാവരും പ്രൊട്ടക്ഷൻ ഉണ്ട്, നമ്മുടെ കൂടെ ഉണ്ട് എന്നാണ് ആദ്യത്തെ ഒരു മെസ്സേജ് യൂണിവേഴ്സ് അങ്ങനെയാണ് തന്നിരിക്കുന്നത്. നിങ്ങളോട് ഫസ്റ്റ് ഓഫ് ഓൾ പറയുന്നുണ്ട്, നിങ്ങൾ ശാന്തമായിരിക്കുക. ഓക്കെ, നിങ്ങൾ ടെൻഷൻ ആവാതെ കാണുക ഇത്. ഓക്കെ, മേക്ക് എ ഡിസിഷൻ, വർക്ക് ഓൺ ഇന്നർ ഹീലിംഗ്. ഓക്കെ, നിങ്ങളോട് ഇവിടെ മേ ബി ഇത് നിങ്ങളുടെ ഭാഗത്തേക്കായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ കാര്യത്തിൽ പറയാം നമുക്ക്. ഓക്കെ, പേഴ്സൺ ഒരു ഡിസിഷൻ എടുക്കാൻ തീരുമാനിക്കുന്ന മീൻസ് ആലോചിക്കുന്നുണ്ട്. ഓക്കെ, അവർ തേർഡ് പാർട്ടിയെ വേണോ നിങ്ങളെ വേണോ എന്നുള്ളൊരു ചിന്തയായിരിക്കാം. ഒരു ചാലഞ്ചസ് ഫേസ് ചെയ്യുന്നുണ്ട് അവർ. മേ ബി തേർഡ് പാർട്ടിയുമായിട്ട് എന്തെങ്കിലും ചാലഞ്ചസ് ഉണ്ടാവാം, അങ്ങനെയും പറയാം. ഓക്കെ, പേഴ്സൺ ഒരു ഇന്നർ ഹീലിങ്ങിനെ ശ്രമിക്കുന്നതായിട്ട് എനിക്ക് ഇവിടെ കാണുന്നുണ്ട്. മേ ബി നിങ്ങളുടെ ഗാർഡിയൻ ഏഞ്ചൽസ് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതായിരിക്കാം. ഓക്കെ, നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഏഞ്ചൽസ് അല്ലെങ്കിൽ നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്ന നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ് അവർ ചെയ്യിപ്പിക്കുന്നതായിരിക്കാം. ഓക്കെ, നിങ്ങളുടെ പേഴ്സണിന് ചില തിരിച്ചറിവുകൾ കൊടുക്കുന്നതായിരിക്കാം,
പറയാം, ചാലഞ്ചസ് ഉണ്ട് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ. പേഴ്സണും തേർഡ് പാർട്ടിയുമായിട്ട് ചാലഞ്ചസ് കാണുന്നുണ്ട്. ഗോൾഡ് ഡിഗർ എന്ന് കാണുന്നുണ്ട്. ദേ വോണ്ട് യുവർ മണി ബീയിങ് യൂസ്ഡ്. ഓക്കെ, നിങ്ങളുടെ പേഴ്സണിനെ തേർഡ് പാർട്ടി യൂസ് ചെയ്യാണ്. ഓക്കെ, എന്ന് വെച്ചാൽ നിങ്ങളുടെ പേഴ്സണിന്റെ ലൈഫിൽ ഉള്ള വ്യക്തി ആരോ ആയിക്കോട്ടെ. കുറച്ച് പേർക്ക് ഇവിടെ ഐ തിങ്ക് ഡൈവേഴ്സ് വന്നിട്ടുണ്ട്. സോ മേ ബി ഹസ്ബൻഡ് ഓർ വൈഫ് ആവാം, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആണെങ്കിലും ശരി. ഓക്കെ, നിങ്ങളുടെ പേഴ്സണിന്റെ ലൈഫിൽ ആരായാലും ശരി, നിങ്ങളുടെ പേഴ്സണിന്റെ ലൈക്ക് പണമാണ് ആഗ്രഹിക്കുന്നത് എന്നാണ്. പണം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഇപ്പോൾ ഇവരിൽ എത്ര ഉണ്ട് അങ്ങനെയല്ല, എന്നാലും നമ്മൾ പറയില്ലേ ഒരു കോഡിപെൻഡൻസി ആയിരിക്കാം. എന്തെങ്കിലും ഇവരെ കയ്യിൽ നിന്ന് നേടുന്നുണ്ടാവാം. നിങ്ങളുടെ പേഴ്സൻ്റെ അടുത്ത് നിന്ന് നിങ്ങളുടെ തേർഡ് പാർട്ടിക്ക് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ഉണ്ടാവും, അതുകൊണ്ട് അവർ നിൽക്കുന്നതാണ് അവിടെ. ഓക്കെ, ആ തേർഡ് പാർട്ടി അതുകൊണ്ടാണ് ആ റിലേഷൻഷിപ്പിലുള്ളത്. അതിപ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും പൈസ കിട്ടുന്നു, അല്ലെങ്കിൽ ഹെൽപ്പ് കിട്ടുന്നു, അല്ലെങ്കിൽ ആ ഒരു എന്തോ ഒരു തരത്തിൽ യൂസ് ചെയ്യപ്പെടുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ. ഓക്കെ, ഇത് തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിലാണ്, നിങ്ങളുടെ കാര്യമല്ല. ഓക്കെ, മാറ്റി വയ്ക്കാം. സമ്മൺ എൽസ്, തീർച്ചയായിട്ടും യെസ്, സമ്മൺ എൽസ് ഉണ്ട് ഇവിടെ. നിങ്ങളുടെ ഇടയിൽ തേർഡ് പാർട്ടി ഉണ്ട് എന്നുള്ളൊരു കാര്യം കൺഫർമേഷൻ യൂണിവേഴ്സ് തന്നിട്ടുണ്ട്. അതൊരു ഗോൾഡ് ഡിഗർ ആണ്. പക്ഷെ എന്ന് വെച്ചാൽ അവർ പണത്തിനോ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടിയാണ് നിങ്ങളുടെ പേഴ്സണിന്റെ കൂടെ ഉള്ളത്. ഓക്കെ, ഇവിടെ കോഷൻ പറയുന്നുണ്ട്, ഫൈൻഡ് ഔട്ട് മോർ ഇൻഫർമേഷൻ, ഡോണ്ട് ഓവർ വർക്ക് യുവർസെൽഫ്. ഓക്കെ, നിങ്ങളോട് പറയുന്നത് നിങ്ങൾ കൂടുതൽ ഇൻഫർമേഷൻ കണ്ടുപിടിക്കുക. എന്തായാലും ഈ റീഡിംഗ് നിങ്ങൾക്കൊരു ഹെൽപ്പ് ആവട്ടെ, പ്ലസ് നിങ്ങൾ കൂടുതൽ ഇൻഫർമേഷൻ കൂടി കണ്ടുപിടിക്കൂ എന്നുള്ളൊരു കാര്യം കൂടി ഇവിടെ പറയുന്നുണ്ട്. ഞാൻ നേരത്തെ അത് തന്നെ പറഞ്ഞത്. ഓക്കെ, ആൻഡ് മൂവ് ഓൺ എന്ന് പറയുന്നുണ്ട്. someone is unavailable, a waste of time, it's over. Maybe ഇത് നിങ്ങൾക്കുള്ള അഡ്വൈസ് ആയിരിക്കാം. ദറ്റ് നിങ്ങൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ പെട്ട് നിൽക്കണോ എന്ന് നിങ്ങൾ ചിന്തിക്കൂ. അല്ലെങ്കിൽ ഐ തിങ്ക് ഇവിടെ നമ്മൾ പേഴ്സണിനെ കുറിച്ച് പറയുന്നുണ്ട്. മേ ബി നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയുമായിട്ട് മാറിപ്പോവാൻ ശ്രമിക്കുന്നു എന്ന രീതിക്കായിരിക്കാം. എനിക്ക് പേഴ്സണിന് മനസ്സിലാവുന്നുണ്ടാവാം ദറ്റ് അവരെ വെറുതെ ലൈക്ക് തേർഡ് പാർട്ടി അവരെ യൂസ് ചെയ്യുകയാണ്, ഉപയോഗിക്കുകയാണ് എന്തെങ്കിലും തരത്തിൽ. ഓക്കെ, ഒരു എന്തെങ്കിലും ബെനിഫിറ്റ് കണ്ടിട്ടാണ് നിൽക്കുന്നത്. ഇപ്പോൾ ലേഡീസ് ആയാലും ജെൻസ് ആയാലും അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കാം. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ മനസ്സിലാക്കുന്നുണ്ട് ദറ്റ് തേർഡ് പാർട്ടി അവരുടെ കൂടെ ഉള്ളത് എന്തോ ഒരു ബെനിഫിറ്റ് കണ്ടിട്ടാണ്. ചിലപ്പോൾ അവർക്ക് പേഴ്സൺ ഒരുപാട് അങ്ങോട്ട് അറ്റൻഷൻ കൊടുക്കുന്നുണ്ടാവാം, അതിൻ്റെ ഒരു ഇഷ്ടത്തിലായിരിക്കാം. അല്ലെങ്കിൽ അവരെന്തെങ്കിലും പണം കൊടുക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ അവരെ കെയർ ചെയ്യുന്നുണ്ടാവാം. സോ നിങ്ങളുടെ പേഴ്സൺ അങ്ങോട്ട് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അത് എൻജോയ് ചെയ്തിട്ടാണ് തേർഡ് പാർട്ടി നിൽക്കുന്നത്, അല്ലാണ്ട് തേർഡ് പാർട്ടി ഇങ്ങോട്ടൊന്നും കൊടുക്കുന്നില്ല. സോ മേ ബി നിങ്ങളുടെ പേഴ്സൺ ആലോചിക്കുന്നുണ്ടാവാം ഇവിടെ ചാലഞ്ചസ് ആണ് ഒരുപാട്, എനിക്കിവിടെ നല്ലതല്ല എന്ന് നിങ്ങളുടെ പേഴ്സൺ തിരിച്ചറിയുന്നുണ്ടാവും. ഓക്കെ, അതായത് തേർഡ് പാർട്ടിയുടെ കൂടെ നല്ലതല്ല എന്ന് തിരിച്ചറിയുന്നുണ്ടാവാം. സോ അവിടുന്ന് മൂവ് ഓൺ ചെയ്യാൻ ആഗ്രഹിക്കുന്ന പോലെയും കാണുന്നുണ്ട്, അങ്ങനെയും പറയാം. ഓക്കെ, ലൈക്ക് നിങ്ങളുടെ പേഴ്സൺ അതിൽ നിന്ന് വിട്ടുമാറാൻ ശ്രമിക്കുന്ന പോലെ. അഗെയിൻ ഡൈവേഴ്സ് ആണ് ഞാൻ പറഞ്ഞത്. സോ മേ ബി മാരീഡ് ഒക്കെ ആണെങ്കിൽ അവർ ഡൈവേഴ്സ് എന്ന രീതിക്ക് ചിന്തിക്കുന്നുണ്ടാവാം, ഹസ്ബൻഡ് ഓർ വൈഫ് രണ്ടും ആയിക്കോട്ടെ. ഓക്കെ, അല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പ്. ഓക്കെ, നിങ്ങളുടെ തേർഡ് പാർട്ടിയുമായിട്ട് നിങ്ങളുടെ പേഴ്സൺ ബ്രേക്കപ്പ് ആവുന്നതായിട്ട് കാണുന്നുണ്ട്, അല്ലെങ്കിൽ ഡൈവേഴ്സ് വരെ ലൈക്ക് മാരേജ് സിറ്റുവേഷൻ ആണെങ്കിൽ ചിലപ്പോൾ ഡൈവേഴ്സിന് ശ്രമിക്കുന്നുണ്ടാവാം. അല്ലെങ്കിൽ അതും ചിലപ്പോൾ അവർ ലൈക്ക് ഹസ്ബൻഡ് ഓർ വൈഫ് രണ്ടും ആയിക്കോട്ടെ, ലൈക്ക് അവർ പണം കിട്ടാൻ വേണ്ടിയിട്ട് ഡൈവേഴ്സ് ചെയ്യുമ്പോൾ പണത്തിന് വേണ്ടി അവർ ഫൈറ്റ് ചെയ്യുന്നുണ്ടാവാം. ഓക്കെ, എനിക്ക് ഇന്ന ഇത്ര സെറ്റിൽമെൻറ്റ് വേണം, അല്ലെങ്കിൽ എനിക്ക് ഇന്ന കാര്യങ്ങൾ വേണം, ചിലപ്പോൾ സ്വത്തൊക്കെ അവർക്ക് എടുക്കാൻ ശ്രമിക്കുക, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടാവാം. എന്തായാലും ചാലഞ്ചസ് നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയും തമ്മിൽ ഇപ്പോൾ ചാലഞ്ചസ് ഫേസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ മാരീഡ് അല്ല എന്നുണ്ടെങ്കിലും അവർ ബ്രേക്കപ്പ് കാണുന്നുണ്ട്. ഓക്കെ, ബ്രേക്കപ്പ് എന്ന സിറ്റുവേഷൻ, തേർഡ് പാർട്ടിയുമായിട്ട് ബ്രേക്കപ്പ്. ഓക്കെ, നിങ്ങൾക്ക് കുറച്ചിവിടെ ഒരു ഗൈഡൻസ് യൂണിവേഴ്സ് തന്നിട്ടുണ്ട്. ഓപ്പൺ യുവർ ഹാർട്ട്, ഇറ്റ് വിൽ ഹെൽപ്പ് യു അട്രാക്ട് മോർ ലവ്. ഓക്കെ, നിങ്ങളോട് പറയുന്നത്, അല്ലെങ്കിൽ വേണ്ട നിങ്ങളുടെ പേഴ്സണിനെ കുറിച്ച് എന്നെ ഞാൻ സംസാരിക്കാം. നിങ്ങളുടെ പേഴ്സൺ ഹാർട്ട് ഓപ്പൺ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അവർക്ക് മനസ്സിലാവുന്നുണ്ട് ശരിക്കും അവരുടെ ലൈഫിൽ പ്യുവർ ലവ് അവർക്ക് കിട്ടിയിട്ടില്ല. തേർഡ് പാർട്ടിയിൽ നിന്ന് അവർക്ക് എന്തായാലും വിചാരിച്ച പോലെ പ്യുവർ ലവ് അല്ല കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അത് അവർ മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പം അവരുടെ ഹാർട്ട് ഓപ്പൺ ആവുന്നു എന്നെടുക്കാം. ഞാൻ ആക്ച്വലി ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെ ഗൈഡൻസ് ആയിട്ട് പറഞ്ഞു പോവാം. ഓക്കെ, നിങ്ങളുടെ പേഴ്സണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവരുടെ ഹാർട്ട് ഓപ്പൺ ആവുന്നു. ഓക്കെ, അവർ മനസ്സിലാക്കുന്നുണ്ട് ആരാണ് ശരിക്കും അവരെ സ്നേഹിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ തേർഡ് പാർട്ടി അവരെ യൂസ് ചെയ്തിട്ടാണുള്ളത്, നിങ്ങളാണ് ചിലപ്പോൾ അവർക്ക് സ്നേഹം കൊടുത്തത് എന്നവർ മനസ്സിലാക്കുന്ന പോലെയാണ്. ഓക്കെ, ലക്ക് ഇസ് ഓൺ യുവർ സൈഡ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ഭാഗത്തേക്ക് ലക്ക് മാറി വരുന്നുണ്ട്. അതാ പറഞ്ഞ് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. ഏഞ്ചൽസ് നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. മേ ബി നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ്, നിങ്ങളുടെ ഏഞ്ചൽസ്, നിങ്ങളുടെ യൂണിവേഴ്സ് നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുകയാണ്. ആ പ്രൊട്ടക്ഷൻ എങ്ങനെയെന്ന് പറഞ്ഞാൽ പേഴ്സണിന് തിരിച്ചറിവ് വരുത്തുകയാണ് ചെയ്യുന്നത്. ഓക്കെ, തേർഡ് പാർട്ടി എന്താണ് എന്നുള്ളത് കാണിച്ചു കൊടുക്കുന്ന പോലെ, തേർഡ് പാർട്ടിയുടെ ഒരു മുഖം കാണിച്ചു കൊടുക്കുന്ന പോലെയാണ് എനിക്കിവിടെ. ഇൻറ്റിമസി ഇത് നിങ്ങൾ തമ്മിലുള്ള ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ അവിടെ തേർഡ് പാർട്ടിയിലേക്ക് പോയത് ഒരു സെക്ഷൽ ഒരു അട്രാക്ഷൻ കൊണ്ടോ എന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കാം. ഓക്കെ, ബട്ട് ഇവിടെ റെമിനൈസിങ് ഉണ്ട്. റെമിനൈസിങ് എന്ന് പറയുമ്പോൾ നിങ്ങളെക്കുറിച്ച് ഓർക്കുകയാണ്. ഓക്കെ, സോ അപ്പം നിങ്ങളെക്കുറിച്ചുള്ള ഒരു ഓർമ്മ അവരുടെ ഉള്ളിൽ വരുന്നുണ്ട്. ഓക്കെ, ഈ ലക്ക് മാറി വരുന്നു എന്നും പറയുന്നുണ്ട്. നിങ്ങളുമായിട്ടുള്ള ടൈം അവർ ഓർക്കുകയാണ്. ഓക്കെ, നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് എന്നാണ് കാണുന്നത്. സോ യെസ്, അവർ തേർഡ് പാർട്ടിയിൽ നിന്ന് ചില അനുഭവങ്ങൾ അവർക്ക് കിട്ടുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ എന്താ പറയുക പഠിക്കുന്നുണ്ട്, ലെസൺസ് പഠിക്കുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്.
എന്തായാലും തേർഡ് പാർട്ടിയായിട്ട് ചാലഞ്ചസ് ഫേസ് ചെയ്യുന്ന സമയം കാണുന്നുണ്ട്. സോ യെസ്, നിങ്ങളുടെ കൂടെ നിങ്ങളുടെ ഏഞ്ചൽസ് ഉണ്ട്. നിങ്ങൾ അത്രയും പ്യുവർ ഹാർട്ടഡ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ യൂണിവേഴ്സ് ആയാലും നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ് ആയാലും എല്ലാവരും നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ കൂടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ പേഴ്സണിനെ അങ്ങനെ വെറുതെ വിടുമൊന്നുമില്ല. അങ്ങനെ ഓക്കെ, നമുക്ക് കുറച്ച് കാർഡ്സ് കൂടി നോക്കാം. എന്തായാലും അൺവർത്തി, unexpected outcome, guilty, reciprocity, very nice, unsatisfied ഉണ്ട് ഇവിടെ ഇരിക്കട്ടെ, responsibilities, destiny, please, absence, reveal. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ അവരുടെ സീക്രട്സ് റിവീൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളോടെല്ലാം പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. അവരുടെ ഭാഗത്ത് നിന്ന് തെറ്റ് വന്നിട്ടുണ്ട്, അവർക്ക് ആ ഗിൽറ്റി ഫീലിംഗ് ഉണ്ട് അവരുടെ ഉള്ളിൽ. ഓക്കെ, അവർ അതായത് പേഴ്സൺ മനസ്സിലാക്കുന്നുണ്ട് അവരുടെ ഭാഗത്ത് നിന്ന് തെറ്റ് വന്നു എന്നുള്ളത്. ഐ ഫീൽ പെയിൻ ഫ്രം ദ ഡാമേജ് ഐ ഹാവ് കോസ്റ്റ്. അവർ നിങ്ങളെ വേദനിപ്പിച്ചു എന്നുള്ള തിരിച്ചറിവ് അവർക്കുണ്ട് തീർച്ചയായിട്ടും. ഓക്കെ, അൺഎക്സ്പെക്റ്റഡ് ഔട്ട്കം, തിങ്സ് ഡിഡൻ ഗോ ദ വേ ഐ പ്ലാൻഡ്. അവർ തേർഡ് പാർട്ടിയിലേക്ക് പോയത് എന്തെങ്കിലുമൊക്കെ അട്രാക്ഷൻ കൊണ്ടാണെങ്കിൽ, അല്ലെങ്കിൽ തേർഡ് പാർട്ടിയെ ചൂസ് ചെയ്ത് നിങ്ങളെ മാറ്റി നിർത്തി തേർഡ് പാർട്ടിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തു എന്നുണ്ടെങ്കിൽ ഇപ്പം അവർക്ക് അതിനുള്ള അനുഭവം അവർ വിചാരിച്ച പോലെയല്ല വന്നിട്ടുള്ളത്. ഓക്കെ, തേർഡ് പാർട്ടിയിൽ നിന്ന് അവർക്ക് മോശമായ അനുഭവങ്ങൾ കിട്ടിയിട്ടുണ്ട്. ആക്ച്വലി അവരിപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് യു ആർ എ ബെറ്റർ പേഴ്സൺ ദാൻ ഐ ആം. ഓക്കെ, നിങ്ങൾ ശരിക്കും അവരെ അവർ നിങ്ങളെ അർഹിക്കുന്നില്ല എന്നാണ് പറയുന്നത്. നിങ്ങൾ വളരെ ബെറ്റർ പേഴ്സൺ ആണെന്നാണ് പറയുന്നത്. അവരെ പോലെ മോശമായൊരു വ്യക്തിയല്ല, നിങ്ങൾ വളരെ നല്ലൊരു വ്യക്തിയാണ്. സോ നിങ്ങൾ അവരെക്കാൾ നല്ല ഒരു വ്യക്തിയെ നിങ്ങൾ അർഹിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, കുറച്ച് പേർക്ക് ഞാൻ പറഞ്ഞ പോലെ ഐ ഹാവ് ടു ടേക്ക് കെയർ ഓഫ് മൈ ഫൈനാൻഷ്യൽ ആൻഡ് ഇമോഷണൽ നീഡ്സ്. ഓക്കെ, കുറച്ച് പേർക്ക് നിങ്ങളുടെ പേഴ്സൺ ഞാൻ പറഞ്ഞ പോലെ മാരീഡ് ആയിരിക്കാം. സോ ഡൈവേഴ്സിൻ്റെ കാര്യങ്ങൾ നമ്മൾ നേരത്തെ കണ്ടിരുന്നു. സോ ഫാമിലി റെസ്പോൺസിബിലിറ്റീസ് അവർക്ക് ഇപ്പം ഉണ്ട്, ആ ഫാമിലിയുടെ കാര്യങ്ങൾ അവർക്ക് തീർക്കാനുണ്ട്. ഓക്കെ, ബട്ട് അവർ അപ്പോഴും ഫാമിലിക്ക് അവർ ഇമ്പോർട്ടൻസ് കൊടുത്തൊക്കെ പോയതാണെങ്കിൽ അവിടെയും ഡൈവേഴ്സോ കാര്യങ്ങളോ എല്ലാവർക്കും വരില്ലല്ലോ. കുറച്ച് പേർക്ക് ഡൈവേഴ്സും കാര്യങ്ങളും ഉണ്ട്, കുറച്ച് പേർക്ക് ലൈക്ക് ഫാമിലിയുടെ റെസ്പോൺസിബിലിറ്റി അവർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എന്ന രീതിക്ക് പറയാം. ബട്ട് ഈവൻ അവിടെയും ലൈക്ക് ഹസ്ബൻഡ് ഓർ വൈഫ് അവരെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് അവർ തിരിച്ചറിയുന്നുണ്ട്. അവർക്ക് ആ റെസ്പോൺസിബിലിറ്റി ആയിട്ടാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഞാൻ ചെയ്തേ പറ്റൂ, നിവർത്തിയില്ല, ഞാൻ പെട്ട് നിൽക്കുകയാണ് എന്ന രീതിക്കാണ്. ഓക്കെ, ഡെസ്റ്റിനി, ഐ എം സ്ട്രഗ്ലിംഗ് ടു ഫൈൻഡ് ദ റൈറ്റ് പാത്ത്. അവരിപ്പോൾ യൂണിവേഴ്സ് അവർക്കിപ്പോൾ ഒരു എന്താ പറയുക, രണ്ട് ഇതിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട്. എന്താണ് വേണ്ടത് എന്ന് ചൂസ് ചെയ്യാൻ പറയുന്നുണ്ട്, പക്ഷെ അവർക്ക് ആ ഒരു തീരുമാനമെടുക്കാൻ സാധിക്കുന്നില്ല. ഓക്കെ, absence, I feel like a part of me is missing without you. നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. ആക്ച്വലി വീഡിയോ തന്നെ പറഞ്ഞത് നിങ്ങളെ മിസ് ചെയ്യുന്നു എന്ന രീതിക്ക്. ഓക്കെ, അവർക്ക് മനസ്സിലാവുന്നുണ്ട് അവർ ചെയ്ത് തെറ്റ്, അവർ മനസ്സിലാക്കുന്നുണ്ട്. അതിൻ്റെ റെസിപ്രോസിറ്റി ഉണ്ട് ഇവിടെ. ഐ വോണ്ട് ടു ഹാവ് എ ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് എന്ന് പറയുന്നുണ്ട്. നിങ്ങളോട് ഇതുവരെ അവർ തെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് പ്രയോറിറ്റി തന്നില്ല, നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് തന്നില്ല, നിങ്ങളെ വാല്യൂ തന്നില്ല, അതൊക്കെ ഇനി തിരിച്ച് അവർക്ക് തരണം എന്നവർക്ക് ഇപ്പോൾ ആഗ്രഹമുണ്ട്. ഓക്കെ, അവർ ശരിക്കും മനസ്സിലാക്കുന്നുണ്ട് അവർ തെറ്റ്. ഐ വോണ്ട് ടു ടെൽ യു ദ ട്രൂത്ത്. സത്യങ്ങൾ തുറന്ന് പറയണം എന്നുണ്ട്. എന്താ സംഭവിച്ചത്, എന്തുകൊണ്ടാണ് അവർ തേർഡ് പാർട്ടി പോയത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു മിസ്റ്റേക്ക് എൻ്റെ ഭാഗത്ത് നിന്ന് വന്നു എന്നവർ അഡ്മിറ്റ് ചെയ്യാൻ ഓക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഐ വാസൻ ഹാപ്പി ദ വേ തിങ്സ് വർ ഗോയിങ്. ഓക്കെ, അവർക്ക് ആ തേർഡ് പാർട്ടിയിൽ തീരെയും സന്തോഷമില്ല എന്ന് തന്നെ പറയാം. ഓക്കെ, ഒരു കാര്യം ചെയ്യാം, ഞാൻ നിങ്ങൾക്കുള്ള ഗൈഡൻസ് കൂടി എടുക്കാം. നിങ്ങൾക്ക് യൂണിവേഴ്സ് എന്താ പറയുന്നത് ഇങ്ങനത്തെ അവസ്ഥയിൽ? തേർഡ് പാർട്ടിയുമായിട്ട് പ്രശ്നങ്ങളാണ് അവിടെ എല്ലാം. കുറച്ച് പേർക്ക് ബ്രേക്കപ്പ് വരെ കാണുന്നുണ്ട്. തേർഡ് പാർട്ടിയുമായിട്ട് ഒരു ബ്രേക്കപ്പ് വരാനുള്ള സാധ്യത കാർമിക് ഫേസ് ആണത്, അത്രയേ ഉള്ളൂ. ഓക്കെ, അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, നിങ്ങൾക്കുള്ള അഡ്വൈസ് നമുക്ക് നോക്കാം. എന്താ ചെയ്യേണ്ടത് നോക്കട്ടെ. ന്യൂ ലൈഫ്, ഓൾ ദാറ്റ് ഗ്ലിറ്റേഴ്സ്, വൈ, unfinished symphony, and to be fair. ഓക്കെ, യൂണിവേഴ്സ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഇതാണ് നേരത്തെ ഞാൻ പറഞ്ഞത്, നിങ്ങളെ യൂണിവേഴ്സ് ഏഞ്ചൽസ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നാണ്. ഓക്കെ, നിങ്ങൾ ഒരിക്കലും തനിച്ചായി പോവില്ല. നിങ്ങളുടെ വ്യക്തി നിങ്ങളെ വിട്ട് മാറിപ്പോയാലും ശരി, വേറെ തേർഡ് പാർട്ടിയിലേക്ക് പോയാലും ശരി, നിങ്ങളെ യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെയുണ്ട്. ഓക്കെ, നിങ്ങളുടെ മനസ്സ് നല്ലതാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലത് വരും. അതിപ്പോൾ ഈ വ്യക്തി നിന്നായാലും ശരി, എങ്ങനെയായാലും ശരി. ഓക്കെ, ഓക്കെ, ഇവിടെ എന്തായാലും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ന്യൂ സ്റ്റാർട്ട് എനിക്ക് കാണുന്നുണ്ട്, ന്യൂ ലൈഫ്. ഓക്കെ, നിങ്ങൾ തമ്മിൽ വീണ്ടും ഒരു റിന്യൂവൽ വരും എന്ന് കാണുന്നുണ്ട്. പേഴ്സൺ എന്തോ നമ്മൾ മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന് പറയില്ലേ, അവർ അക്കരപ്പച്ച കണ്ടിട്ട് പോയതാണ്. ഓക്കെ, അങ്ങനെ എന്തെങ്കിലും വിചാരിച്ച് അവർ തേർഡ് പാർട്ടിക്കാണ് പ്രയോറിറ്റി കൊടുത്തത്. ഫാമിലിയൊക്കെ ആണെങ്കിൽ പിന്നെ റെസ്പോൺസിബിലിറ്റി, പക്ഷെ അപ്പോഴും അതിലും നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാക്കുക, അവർ നമ്മൾ പറയില്ലേ, ഇപ്പം നിങ്ങളെ മാറ്റി നിങ്ങൾ കൊടുത്ത സ്നേഹം തിരിച്ചറിയാതെ നിങ്ങൾക്ക് എന്തെങ്കിലും വാക്ക് തന്നിട്ടായിരിക്കും നിങ്ങളൊരു ബന്ധത്തിൽ വന്നത് അല്ലേ. അപ്പോൾ അവിടെ അവർ ഫാമിലിയെ പിന്നീട് ചൂസ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ
അത് നിങ്ങളോട് ചെയ്യുന്ന ഒരു തെറ്റ് തന്നെയാണ് ഒരു കണക്കിന്. ഓക്കെ, ബട്ട് അവിടെ എന്താ, കാരണം അവർ പ്രയോറിറ്റി കൊടുക്കുന്നത് എന്താണ്, അവനവൻ്റെ ഇമേജിനാണ് പ്രയോറിറ്റി കൊടുക്കുന്നത്. മറ്റുള്ളവർ എന്നെ എന്ത് പറയും, സൊസൈറ്റി എന്ത് പറയും, ഞാൻ ഫാമിലി വിട്ട് കഴിഞ്ഞാൽ എന്ത് പറയും. സോ അവിടെ അഗെയിൻ നിങ്ങളെ മാറ്റി നിർത്തപ്പെടുന്നുണ്ട്. സോ നിങ്ങളും ചിന്തിക്കാം, ഓക്കെ, ഇങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പ് വേണോ എന്ന് നിങ്ങൾ കൂടി ചിന്തിക്കൂ. വൈ ഡു യു വോണ്ട് ടു ബി ഇൻ ദിസ് റിലേഷൻഷിപ്പ്? എനിക്ക് അങ്ങനെ ചോദിക്കാൻ തോന്നുന്നത്. നിങ്ങളുടെ പേഴ്സൻ്റെ കാര്യം വിടും, നിങ്ങൾ ചിന്തിക്കൂ, നിങ്ങൾക്കിത് വേണോ ഈ റിലേഷൻഷിപ്പ് എന്ന് നിങ്ങൾ ചിന്തിക്കൂ. ഓക്കെ, എന്തായാലും നിങ്ങളുടെ പേഴ്സൺ ഒരു എന്താ പറയുക, എന്തിൻ്റെയോ പുറകെ പോയതാണ്. ബട്ട് ഇവിടെ അൺഫിനിഷ്ഡ് സിംഫണി കാണിക്കുന്നുണ്ട്, ന്യൂ ലൈഫ് ഉണ്ട്. നിങ്ങൾ തമ്മിൽ എൻഡ് ചെയ്തിട്ടില്ല, എന്താ പറയുക, സിറ്റുവേഷൻ എൻഡായി എന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ തിരിച്ചു വരും, അവർ പേഴ്സൺ തിരിച്ചു വരും, നിങ്ങൾ തമ്മിൽ വീണ്ടും ഒരു റീസ്റ്റാർട്ട് ഉണ്ടാവും. ഓക്കെ, കാരണം നിങ്ങൾ തമ്മിൽ ചിലത് ഇനിയും കഴിഞ്ഞിട്ടില്ല, ഒരു ക്ലോഷർ ആയിട്ടില്ല, ഒരു എൻഡിങ് ആയിട്ടില്ല. ഓക്കെ, നിങ്ങൾ തമ്മിൽ ആ പേഴ്സൻ്റെ കാർമിക് സിറ്റുവേഷൻ മാറിയിട്ട് അവർ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. ഇവിടെ ജസ്റ്റിസിൻ്റെ കാര്യം പറയാം, ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജ്മെൻ്റ് കാർഡായിട്ട് നമുക്ക് എടുക്കാം. യൂണിവേഴ്സായിട്ട് ചില ജഡ്ജ്മെൻറ്റ് ചെയ്യും. ഓക്കെ, പേഴ്സൺ തീരുമാനമെടുക്കും, ന്യായമായ ഭാഗത്തേക്ക് തീരുമാനമെടുക്കും എന്ന് പറയാം. അവർ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വന്ന് ടു ബി ഫെയർ, അതായത് ഇതും ഒരു നമ്മൾ നേരത്തെ ഗിവ് ആൻഡ് ടേക്കിൻ്റെ കാര്യം പറഞ്ഞിരുന്നു, ബാലൻസിലേക്ക് കൊണ്ടുവരും. നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ഒരു ബാലൻസിലേക്ക് കൊണ്ടുവരും. നിങ്ങളായിരുന്നു എപ്പോഴും അങ്ങോട്ട് കൊടുക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുന്ന വ്യക്തിയായിരുന്നെങ്കിൽ അവർ നിങ്ങൾക്ക് വേണ്ടി കൂടി ചെയ്യാൻ തുടങ്ങും എന്ന രീതിക്ക് കാണാം. ഓക്കെ, സോ ഇതൊക്കെയാണ് നിങ്ങളുടെ ഇന്നത്തെ റീഡിങ്. ഓക്കെ, പേഴ്സൺ ഇപ്പോൾ ഒരു കാർമിക് ഫേസ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും, പേഴ്സൺ നിങ്ങളെ വിട്ട് വളരെ ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നതെന്ന്. നോ, അല്ല, ഒരിക്കലും അല്ല. അവർ തിരിച്ചറിയുന്നുണ്ട് അവർ മിസ്റ്റേക്സ്, അവർക്ക് റിഗ്രറ്റ് ഉണ്ട് അതിൻ്റെയൊക്കെ. പക്ഷേ നിങ്ങൾ മുമ്പിൽ വന്ന് തുറന്നു പറയാനുള്ള ഒരു സമയം എടുക്കുമായിരിക്കാം. ഓക്കെ, വെയിറ്റ് ചെയ്യൂ, നിങ്ങൾ വെയിറ്റ് ചെയ്യൂ, സമാധാനത്തിൽ വെയിറ്റ് ചെയ്യൂ, നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കൂ. ഓക്കെ, എന്തായാലും എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.